ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിയറി നോമിയുടെ എപ്പിസോഡ് 8 നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എക്സിൽ കണ്ട ഒരു തിയറിയാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് സംഭവം ഒരു ലോജിക്കും ഇല്ലാത്തൊരു ഐറ്റം ആണെന്ന് തോന്നും. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില ഫാക്ട്സ് ഒക്കെ ആലോചിക്കുമ്പോൾ അതിലൊരു പോയിന്റ് ഉണ്ടല്ലോ എന്നും തോന്നും. ഞാനിതിപ്പോ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോക്സിന്റെ വൈഫായിട്ടുള്ള എറിസ് ഇല്ലേ, എറിസ് തന്നെയാണ് ഇമു. ഇതെന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നതെന്ന് തോന്നിയില്ലേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ തിയറി വായിച്ചിട്ടുള്ളവരുണ്ടാകാം. എന്തായാലും ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പ്രസന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറി വീഡിയോസിനും പിന്നെ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോസിനും ഒക്കെ ആയിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ സംശയം തുടങ്ങുന്നത് എവിടെ വെച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എൽബാഫില് ഇമു ഗുങ്കോയെ പൊസസ് ചെയ്തിട്ട് അവിടെയുള്ളവരെ ഡീമൻസ് ആക്കി മാറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഗുങ്കോയുടെ കയ്യിലുള്ള ആ മാജിക് സർക്കിളിൽ എറിസ് എന്ന പേര് നമുക്ക് കാണാം. ഇപ്പോ നമുക്കറിയാം റോക്സിന്റെ ഭാര്യയുടെ പേരും എറിസ് എന്നാണ്. കോ ഇൻസിഡൻസ് ആയിരിക്കാം. ഇപ്പോ ഗാർലിങ്ങിനെ എന്തോ ഒരു മിഷന് വേണ്ടിയിട്ട് ഗോഡ് വാലിയിലേക്ക് അയച്ചപ്പോൾ പുള്ളി വളരെ അപ്രതീക്ഷിതമായിട്ട് അവിടെ ഡേവി ക്ലാൻ മെമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു എന്ന് മുൻപൊരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതത്ര അപ്രതീക്ഷിതമല്ലെങ്കിലോ? ഇമു ആയിരിക്കണമല്ലോ ഗാർലിങ്ങിനെ ഈ മിഷന് വേണ്ടിയിട്ട് അയച്ചത്. ഒന്നും ചിന്തിക്കാതെ ഇമു അങ്ങനെ ചെയ്യൂ? ഗാർലിങ് വിചാരിച്ചു അവൻ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കണ്ടെത്തൽ നടത്തിയതെന്ന്. പക്ഷേ ഇതെല്ലാം ഇമുവിന്റെ പ്ലാൻ ആയിരുന്നു. വൺ പീസിലെ പ്രസന്റ് ടൈം ലൈനിൽ നിന്ന് ഏകദേശം ഒരു 60+ വർഷങ്ങൾക്ക് മുമ്പാണ് റോക്സ് മരി ജോയ്സിൽ ഇമുവിന്റെ റൂമിൽ കയറി ചെല്ലുന്നത്. അവിടെ നുഴഞ്ഞു കയറാൻ ഇതുവരെ പിന്നെ വേറെ ആരെ കൊണ്ടും പറ്റിയിട്ടില്ല. സോ പുള്ളിക്കാരൻ അത്രയും പവർഫുൾ ആണെന്ന് ഇമുവിന് അപ്പോഴേ മനസ്സിലായി കാണും. അതേപോലെ തന്നെ ഡേവി ഡി ജോൺസിന്റെ കാര്യവും റോക്സ് അവിടെ വെച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇമുവിന് എന്തെങ്കിലും ഡൗട്ട് അടിച്ചിട്ടുണ്ടാവാം. അതിനുശേഷം ഇവര് റോക്സിനെ പിടികൂടാൻ പല പ്ലാനും ഇട്ടു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. പുള്ളിയെ ആർക്കും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ കുറെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന ആ ഒരു പോയിന്റിൽ വെച്ചായിരിക്കാം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായത്. മറ്റേ ഗോഡ് ഫാദർ സിനിമയിൽ പറയുന്ന പോലെ അവന്റെ കൂടെ ഒരു പെണ്ണില്ല, അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടെങ്കിൽ നമുക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ലൈൻ. ഇമുവിന്റെ ജെൻഡർ എന്താണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇമുവിനെ മര്യാദയ്ക്ക് ഈ ഗോഡ് നൈറ്റ്സ് ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്തിനു പറയുന്നു, ഈ 5 എൽഡേഴ്സ് പോലും ഇമുവിന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. 800 വർഷങ്ങൾക്ക് മുമ്പ് അവരും ജീവിച്ചിരുന്നതായതുകൊണ്ട് ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എറിസ്, അതായത് അവൾ മുൻപ് ഒരു പൈറേറ്റ് ആയിരുന്നു എന്ന്. സോ അങ്ങനെ പ്ലാൻ ചെയ്ത് അവള് റോക്സുമായിട്ട് കണ്ടുമുട്ടിയതാണെങ്കിലോ അവര് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായി കാണാം. ഭയങ്കര ധീരതയുള്ള ഒരു സ്ത്രീയായിട്ടാണല്ലോ എറിസിനെ കാണിക്കുന്നത്. അപ്പോൾ അവളുടെ ആ ധൈര്യവും തന്റെ ഇടവും ഒക്കെ റോക്സിന് ഇഷ്ടപ്പെടുന്നു. അവളെ കല്യാണം കഴിക്കുന്നു. ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ടീച്ച് ജനിക്കുന്നു. അവളെയും കുഞ്ഞിനെ സേഫ് ആക്കാമെന്ന് വിചാരിച്ച് റോക്സ് അവരെ ഗോഡ് വാലിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് എറിസ് ഈ ഡേവി ക്ലാന്റെ പിന്നിലെ സത്യം മനസ്സിലാക്കുന്നു. എന്നിട്ടായിരിക്കണം ഇന്റൻഷണലി ഒരു മിഷൻ എന്നും പറഞ്ഞ് ഗാർലിങ്ങിനെ ഗോഡ് വാലിയിലേക്ക് പറഞ്ഞയച്ചത്. ഇപ്പൊ നമ്മൾ കണ്ട ചാപ്റ്ററിലെ ഡീമൻസ് ആയി മാറിയ ആൾക്കാര്, അതായത് സെബക്കിന്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ, അവരുടെയൊക്കെ കൂടെ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നതാണ് എറിസും ടീച്ചും. അത്ഭുതം എന്ന് പറയട്ടെ, അവർ രണ്ടും മാത്രം ഡീമൻസ് ആയി മാറിയില്ല, എങ്ങനെയോ രക്ഷപ്പെട്ടു. ഡീമൻസ് ആകാതെ ഇവരെ റോക്സ് രക്ഷിച്ചതാണെന്ന് തോന്നുന്നില്ല. കാര്യം ചാപ്റ്ററിൽ റോക്സ് തന്നെ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇവരെല്ലാം ഡീമൻസ് ആയത്, ഇത് ആരുടെ എബിലിറ്റി ആണെന്നൊക്കെ. സോ നടന്നത് എന്താണെന്ന് റോക്സിന് അറിയില്ല. നിനക്കും അറിയില്ല. അപ്പോൾ ഇത് മറ്റൊരു കോയിൻസിഡൻസ്. അത് കഴിഞ്ഞിട്ട് എന്നെ താഴെ ഇറക്കുക, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകാം, എന്നാലേ നമ്മൾ രക്ഷപ്പെടൂ എന്നൊക്കെ പറഞ്ഞിട്ട് എറിസ് ടീച്ചിനെയും കൊണ്ട് പോകാൻ നേരം റോക്സിനോട് പറയുന്നുണ്ട് നമുക്ക് ലുലൂസിയയിൽ വെച്ച് കാണാമെന്ന്. ഈ ലുലൂസിയ കിങ്ഡം ആണല്ലോ വർഷങ്ങൾക്ക് ശേഷം ഇമു മദർ ഫ്ലെയിം ഉപയോഗിച്ച് തകർക്കാനായിട്ട് തെരഞ്ഞെടുത്തത്. അത് മറ്റൊരു കോയിൻസിഡൻസ് ആയിരിക്കും അല്ലേ? ഈ കോയിൻസിഡൻസ് തീർന്നിട്ടില്ല. എറിസും ടീച്ചും റോക്സിന്റെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ആയി പോകുന്നതിന് ശേഷമാണ് ഇമു ചാപ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതും നമ്മൾ നോക്കുകയാണെങ്കിൽ സാറ്റേൺ ദേഹവുമായിട്ട് ഇമു ഫ്യൂസ് ചെയ്യുകയാണ്, അല്ലാതെ ഇപ്പൊ എൽബാഫിൽ ഗുങ്കോയെ ചെയ്യുന്നത് പോലെ കൺട്രോൾ ചെയ്യുകയല്ല. സോ അതിനർത്ഥം ഫിസിക്കലി ഇമു ഗോഡ് വാലിയിൽ പ്രസന്റ് ആണ്. പിന്നെ വേറൊരു രസകരമായിട്ടുള്ള സംഭവം പറയാം. സിൻബാദ് ദ ലെജൻഡ് ഓഫ് 7 സീസ് എന്നും പറഞ്ഞ ഒരു ആനിമേറ്റഡ് ഫിലിം ഉണ്ട്. സിൻബാദിനെയും പുള്ളിക്കാരന്റെ പൈറേറ്റ് ക്രൂവിനെയും ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത്. ഇതിലെ പ്രധാന വില്ലത്തി എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് കയോസ്, അതായത് കലാപങ്ങളുടെ ദേവതയായ എറിസ് ആണ്. എറിസിന്റെ ചില പവേഴ്സ് നോക്കുകയാണെങ്കിൽ, ഒന്ന്, അവൾക്ക് ആരുടെ രൂപം വേണമെങ്കിൽ സ്വീകരിക്കാൻ പറ്റും, അതായത് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. 2, മോൺസ്റ്റേഴ്സിനെയും മിത്തിക്കൽ ബീസ്റ്റുകളെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. ഇതും ടോട്ടലി ഒരു കോയിൻസിഡൻസ് ആയിരിക്കും. നീ കൂടുതൽ നേളിക്കരുത്. അപ്പോ ഇങ്ങനെ കുറെ ഫാക്റ്റുകളാണ് ഈ തിയറിയിലുള്ളത്. ആലോചിക്കുമ്പോൾ ഇതിലേറെക്കുറെ എല്ലാം ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ തിയറി വായിച്ചതോടുകൂടി എനിക്ക് ആ എറിസിന്റെയും സെബക്കിന്റെയും സീൻസിൽ കിട്ടിയ ഇമോഷണൽ ഇമ്പാക്ട് അങ്ങ് പോയി കിട്ടി. ഇനി ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഒരു സ്വസ്ഥതയില്ല. പിന്നെ അതെന്തായാലും ഉടനെ അറിയാൻ പറ്റും.
പറ്റുമായിരിക്കും. കാര്യം ഇപ്പോൾ ഗോഡ് വാലിയിലുള്ളതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ് സെബക് എന്ന് നിസ്സംശയം പറയാം. സോ പുള്ളിയെ ചതിച്ച് കീഴ്പ്പെടുത്തി എന്ന് കാണിക്കണമെങ്കിൽ ഇങ്ങനെ വല്ല ട്വിസ്റ്റും വരേണ്ടി വരും. കാര്യം താനിവിടെ സ്വന്തം ഫാമിലിയെ വരെ കൊലയ്ക്ക് കൊടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ച ഈ ഭാര്യയാണ് ഇമു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ റോക്സ് ഇമോഷണലി തകരും. പിന്നെ ടീച്ചിനെയും കൂടെ മുന്നിൽ നിർത്തി ഒരു ബ്ലാക്ക് മെയിൽ ചെയ്താൽ കംപ്ലീറ്റ് ആയി. സോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആ തിയറിയുടെ പോക്ക്. അപ്പോൾ തിയറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഹൈപ്പ്, കമന്റ് ഒക്കെ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് തിയറിയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.